എടി നിന്നോട് ഞാൻ എത്രയായിട്ട് പറയാ നിന്റെ കണ്ണൊന്ന് ചെക്ക് ചെയ്യാനായിട്ട്. പക്ഷെ നീ ആണെങ്കിൽ ഞാൻ പറഞ്ഞൊന്നും കേൾക്കാറേയില്ല. ഓ മൈ ഗോഡ് കിരൺ പ്ലീസ്, ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞതാ പ്രീതിയെ കുറിച്ച് ചുമ്മാ അതും ഇതും പറയാൻ പാടില്ല. ഞാൻ എന്താ അതും പറഞ്ഞു? ഞാൻ ശരിയായ കാര്യമല്ലേ പറയുന്നത്. ശരിക്കും അവനെ കാണാൻ കുരങ്ങനെ പോലെയാ, വില്ലിനെ പോലെയാടി, ഹീറോ പോലെ തോന്നാറേയില്ല. കിരൺ നീ ഇങ്ങനെ പറയുന്ന ഒട്ടും ശരിയല്ല കേട്ടോ, വളരെ മോശം. എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞതാ? നമുക്കൊരു ഡീൽ ചെയ്യാം. എന്ത് ഡീൽ? സോ ദ ഡീൽ ഈസ്, നീ ആരുടെയെങ്കിലും മുന്നിൽ വെച്ച് എന്നെ, അതായത് ഇത് കിരൺ നമ്പ്യാരെ നിന്റെ ഹീറോ എന്ന് വിളിക്കണം. നീ ഇത് നീ പ്രോമിസ് ചെയ്ത് കഴിഞ്ഞാ ഞാൻ പൃഥ്വിയെ താടി വെച്ച് ആടെന്ന് വിളിക്കില്ല. ഉറപ്പാണോ? ഉറപ്പാന്നേ. ഒത്തിരി അങ്ങ് ചിന്തിക്കണ്ട. നീ ആരുടെയെങ്കിലും മുന്നിൽ വെച്ചെന്ന് പറഞ്ഞാൽ ആരുടെ മുന്നിലായാലും മതി. ഫാമിലി മെമ്പർ അല്ലെങ്കിലും കുഴപ്പമില്ല. ഐ മീൻ ഡ്രൈവറിന്റെ മുന്നിലോ ഗിരീഷിന്റെ മുന്നിലോ അങ്ങനെ ആരായാലും മതി, എനിക്ക് ഒരു കുഴപ്പമില്ല. പറയേ, നീ എന്നെ ഹീറോ എന്ന് വിളിച്ചാൽ മാത്രം മതി. ഇറ്റ്സ് നോട്ട് എ ബാഡ് ഡീൽ. കം ഓൺ. ഓക്കേ ഡൺ. ഇത്രയുള്ളൂ കാര്യം. ഓയ് ചേട്ടാ ഇങ്ങോട്ട് വന്നേ. സോ ആള് വന്നു. പ്രീത അറക്കൽ, തുടങ്ങിക്കോ നീ. ഓക്കേ, അപ്പൊ ഈ ഡഫറിനെ ഇയാളുടെ മുന്നിൽ വെച്ച് പറയിപ്പിക്കാനാണോ ആഗ്രഹം? ഐ ആം വെയിറ്റിംഗ്. കിരൺ നമ്പ്യാർ, ദി കിരൺ നമ്പ്യാർ എന്റെ ഹീറോ ആണ്. വാട്ട്? പുള്ളിക്കൊന്നും മനസ്സിലായില്ല, എനിക്കൊന്നും മനസ്സിലായില്ല. വേണേ ഒന്നുകൂടെ ട്രൈ ചെയ്യ. ഉള്ളിൽ നിന്ന് പോരട്ടെ. യു ഹാവ് ടു ഫീൽ ഇറ്റ്. ഫീൽ ഇറ്റ്. ഓക്കേ, ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് പറയുവാ, ഈ കിരൺ നമ്പ്യാർ എന്റെ ഹീറോയാണ്. ഓ ഗോഡ്, ഞാനിത് എന്താ പറഞ്ഞേ? ഞാൻ പൊയ്ക്കോട്ടെ സാർ? ചേട്ടൻ ചെല്ല, എന്നിട്ട് എല്ലാവരോടും പറയാ പ്രീത അറക്കൽ ഞാൻ അവളുടെ ഹീറോ ആണെന്ന് പറഞ്ഞു എന്ന് എല്ലാവരോടും പറയാം. എല്ലാവരോടും പറയണം. എങ്ങോട്ടായി പോകുന്നേ? ഇവൻ പറഞ്ഞു വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പോവാണോ? നീ എന്താ ഇവരോടൊക്കെ ഇങ്ങനെ പറയുന്നേ? നീ ഒരാളോട് പറയാനല്ലേ എന്റെ അടുത്ത് പറഞ്ഞത്? ഞാനത് പറഞ്ഞു. നീ ഈ ചേട്ടനോട് പറഞ്ഞു. ചേട്ടൻ ആരോട് വേണമെങ്കിലും പറയാവുന്നേ. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. ഇല്ല, ഇത് ചീറ്റിംഗ് ആണ്. ശരിക്കും എന്ത് ചീറ്റിംഗ്? വേണ്ടേ, നീ പറഞ്ഞത് ഞാനും കേട്ടു, ഞാൻ പറഞ്ഞത് നീയും കേട്ടു, ചേട്ടനും എല്ലാം കേട്ടു. അതിനെന്താ കുഴപ്പം? ചേട്ടൻ ചെല്ല. നിങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല. നിങ്ങൾ ആരോട് ഇത് പറയുന്നു? ആരോട് എന്ത് പറയില്ലെന്ന് എന്നോട് ആരെങ്കിലും ഒന്ന് പറയോ? എന്തു പറ്റി? ഇവൻ എന്താടോ? പ്രീത, ഐ എം റിയലി സോറി. നീ നടക്ക് വാ. ഈ ഹീറോ ഉണ്ടല്ലോ. ഒരു മിനിറ്റ്, ഇവൻ ഹീറോയോ? ഇവൻ ഹീറോ അല്ല, സീറോയാ. ഓ പ്രീത അറക്കൽ, ലിമിറ്റ്. ഓക്കെ, ലിമിറ്റ് ഇല്ല. ഓക്കെ, നിങ്ങൾ വീണ്ടും വഴക്കുണ്ടാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എടാ നീ ഒന്ന് വന്നേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാണ്ട്. വാ. വിളിച്ചോണ്ട് പോയി രോഹിതേട്ടാ. എന്നിട്ട് ഇവനെ ഏതെങ്കിലും ഭ്രാന്താശുപത്രി കൊണ്ടുവിട്ടേക്ക്. വീണ്ടും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരരുത്. ഇവൻ എല്ലാരും ഭ്രാന്ത് പിടിപ്പിക്കും. പ്രീത അറക്കൽ, ലിമിറ്റ്. ഓക്കെ, നീ കേൾക്കുന്നില്ല ഏട്ടാ എന്തൊക്കെയാ പറയുന്നേന്ന്? എന്താ കേട്ടത്? പെൺകുട്ടികളോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഇല്ല രോഹിതേട്ടാ, ഇവന് പെൺകുട്ടിയെന്നോ ആൺകുട്ടിയെന്നോ ഒരു വ്യത്യാസവും ഇല്ല. ഈ പ്രഭാഷണ ഗുരു ജനറലി ഒരു തെമ്മാടിയാണ്. എനിക്ക് നിന്നോട് സംസാരിക്കുക പോലും വേണ്ട. എന്നാ സംസാരിക്കണ്ട. ഫൈൻ. ഒരു മിനിറ്റ്, നീ മിണ്ടരുത്, മിണ്ടി പോരുത് കേട്ടല്ലോ. പ്രീത പറയേ, എന്താ സംഭവിച്ചേ? എന്റെ ഏട്ടൻ, നീ എന്തിനാ ടൈം വേസ്റ്റ് ചെയ്യുന്ന? ഇവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കുമ്പോ നമുക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ എന്താ സംഭവിച്ചെന്ന്. നിക്ക്. നന്നായി വിളിച്ചോണ്ട് പോയത്. ഇനി എനിക്ക് സമാധാനത്തോടെ ഒന്ന് ബ്രീത്ത് ചെയ്യാൻ പറ്റൂ. ഈ ചെക്കൻ എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കും. നിങ്ങളൊക്കെ മഹേഷ്, രോഹിത്, കിരൺ, ഇവളുടെ വാ അടച്ചേക്ക്. കിഴവിന് മിണ്ടാതിരിക്കെ. അനങ്ങി പോകരുത്. അനങ്ങിയാല് കൊന്നുകളഞ്ഞ
മാറ് അങ്ങോട്ട്. മാറ്. മഹേഷ്, പിടിക്കവിടെ. രോഹിത്, കിരൺ. ഏയ്, കിളവി ഓടിപ്പോയല്ലോ, ഇനി എന്ത് ചെയ്യും? ഇത് നമുക്ക് പേടിക്കാനുള്ള സമയമല്ല. ഇവർ ഉണ്ടാക്കിയ ബഹളത്തിന്റെ അവസാനം എന്താണെന്ന് നമ്മൾ തീരുമാനിക്കും. ഈ വീട് മുഴുവൻ നമ്മൾ കൊള്ളയടിക്കണം. ഓരോരുത്തരെയും തടഞ്ഞു നിർത്തി കൊള്ളയടിക്കണം. നമുക്കിവരെ രാജാഭായിയുടെ ഗെയിം എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. മുഖംമൂടി കെടുക്ക. വാ. വാ. കേട്ടിട്ടില്ലേ കാത്തിരിപ്പിന്റെ ഫലം മധുരമായിരിക്കുമെന്ന്? പക്ഷെ ഈ അമ്മയെ രോഹിതും പോയിട്ട് നേരം കുറെ ആയല്ലോ, ഇതുവരെ തിരികെ വന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഒന്ന് നോക്കിട്ട് വരാം. ഓ അതില്ലേ, അമ്മ വരുന്നുണ്ട്. താമസിച്ചു പോയത് കൊണ്ട് പാവ ഓടി വരികയാ. അമ്മ ഇങ്ങനെ ഓടാതെ ഒന്ന് പതിയെ വാ, വീഴും. മഹേഷ്, മഹേഷ് വീട്ടിൽ കള്ളം കയറിയിരിക്കുന്നു മോനെ. ഏയ്, ആരും ഇവിടെ അണങ്ങിപ്പോകരുത്. ആരും സ്വന്തം ഇടങ്ങളിൽ നിന്ന് മാറാൻ പാടില്ല. ആരെങ്കിലും ശബ്ദമുയർത്തിയാല് വേണ്ടി വെച്ച് കൊന്നുകളയും. ചേച്ചി ചേച്ചി എനിക്ക് ഒന്നും സംഭവിച്ചു. ഏയ്, ഈ വീടിന്റെ എല്ലാ വാതിലുകളും ജനാലുകളും അടക്കി. ഇനി ഇവിടുന്ന് എന്റെ അനുവാദമില്ലാതെ ആരും പുറത്തേക്ക് പോകില്ല. എന്റെ അനുവാദമില്ലാതെ ആരും അകത്തേക്ക് വരില്ല. ഏയ്, മിണ്ടിപ്പോകരുത്. ഓ വാവ്, പൃഥ്വി നീ ചെയ്തത് വളരെ നന്നായി. എന്റെ ദൈവം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പക്ഷെ എന്ത് ചെയ്യാനാ? നോക്കാം, ഇവര് കാണാതെ ഇവിടെ നിന്ന് നീങ്ങാൻ കഴിഞ്ഞോ പോലീസിനെ ഫോൺ ചെയ്യാം. ഏയ് പെണ്ണേ, ഏയ്, മൊബൈലിൽ നീ എന്ത് ചെയ്യുകയായിരുന്നു? ഒന്നുമില്ല. സൃഷ്ടി, നീ എന്താ ചെയ്യുന്നേ? ഇതെന്താ ആവശ്യമില്ലാതെ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാ? ഇവിടെ വാ, ഇവിടെ വരാൻ. നീ മൊബൈൽ ഫോണിൽ എന്താ ചെയ്തേ? ഈ മൊബൈൽ എപ്പോഴും എന്റെ കയ്യിൽ തന്നെ ഉള്ളതാ. ഞാൻ ആരെയും ഫോണൊന്നും ചെയ്തില്ല. പിന്നെ എന്തിനാ വെറുതെ എന്നോട് ദേഷ്യപ്പെടുന്നത്? വെറുതെ അങ്ങ് അലറി വിളിക്കുക. ഇതെന്താ ഇത്? പറ ചേച്ചി. ഏയ്, ഇവളുടെ മൊബൈൽ വാങ്ങിക്കേ. എല്ലാവരുടെയും മൊബൈൽ വാങ്ങിക്കേ. ഏയ്, ഫോൺ ഫോൺ കൊടുക്ക്. ഫോൺ കൊടുക്ക. ഫോൺ തരാനല്ലേ പറഞ്ഞത്? ആ ശരി, വച്ചോ. അത്ര വിലയൊന്നും ഇല്ല ഇതിന്. ആരെങ്കിലും ഫോൺ ചെയ്യാനായി ശ്രമിച്ചാൽ വെടികൊള്ളുന്നത് നിങ്ങളുടെ നെഞ്ചിലേക്കായിരിക്കും. ഫോൺ ഇങ്ങ് തരാൻ. ഫോൺ താടി. താടോ ഇങ്ങോട്ട്. ഏയ്, നിന്റെ മൊബൈൽ ഫോൺ തരൂ. നിന്റെ ഫോൺ തരാൻ. നല്ല സൂപ്പർ ആക്ടിംഗ് ആണല്ലോ നീ ചെയ്യുന്നത്. കണ്ടാ റിയൽ ആണെന്നേ തോന്നുന്നു. ഗുഡ് ഗോയിങ്. ഇവൻ എന്താ പട്ടാണ്? എനിക്ക് തോന്നുന്നത് ഇവന്റെ തലയ്ക്ക് എന്താ പ്രശ്നമുണ്ടെന്നാണ്. ഏയ്, ഫോൺ താ ഇങ്ങോട്ട്. ഫോൺ തരാൻ നടക്കാൻ. എല്ലാവരും എടുക്ക്. എല്ലാവരും ഫോൺ എടുക്കാൻ. മൊബൈൽ എടുക്ക്. എന്തൊരു ആക്ടിംഗാ. ഞാൻ എക്സ്പെക്ട് ചെയ്തതേ ഇല്ല ഈ വാടക ഗുണ്ടകൾ ഇത്രയും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന്. ശരിക്കും അസൽ ഗുണ്ടകളെ പോലെ തന്നെ ഉണ്ട്. ഒരു രക്ഷയില്ല. ഏയ്, എത്രയും വേഗം തന്നെ നിങ്ങളുടെ കയ്യിലെ വിലപിടിപ്പുള്ള ആഭരണങ്ങളും വിലപിടിപ്പുള്ള സാധനങ്ങളും ഒക്കെ എന്റെ ആളുകളുടെ കയ്യിലേക്ക് കൊടുക്കേ. അല്ലെങ്കിൽ ഒന്നിനെയും വെറുതെ വിടില്ല ഞാൻ. ഇവര് നമ്പ്യാർ കുടുംബത്തെ കൊള്ളയടിക്കാൻ വന്നല്ലേ, പിന്നെന്തിനാ ഞങ്ങളുടെ ജുവലറി പിടിച്ചു വാങ്ങുന്നത്? മാഡം, വാ തുറക്കരുത്. നിന്റെ ജീവൻ വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് ചെയ്യ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ നിന്നെയും ഇവിടെ കൊന്നു തള്ളും. ഏയ്, നടക്ക. എല്ലാവരിലും സാധനങ്ങൾ പിടിച്ചെടുക്കരുത്. നിങ്ങളുടെ പക്കലുള്ള സാധനങ്ങളെല്ലാം ഇങ്ങ് തന്നേക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ സാധനവും നഷ്ടവും ജീവനും നഷ്ടവും. ഇത് വെറും ഭീഷണിയാണെന്ന് നിങ്ങൾ ആരും കരുതണ്ട. മനസ്സിലായോ? അയ്യോ, നിങ്ങൾ ഇങ്ങനെ ഇവരെയൊക്കെ എത്ര ഭീഷണിപ്പെടുത്തുന്നത്? ഇവരെ ഉപദ്രവിക്കല്ലേ? ഇവരൊക്കെ ഞങ്ങളുടെ അതിഥികളാണ്. ഇവരെ ഒന്നും ചെയ്യരുത്. എല്ലാവരെയും വെറുതെ വിടണം. ഞാൻ നിങ്ങളോട് കൈകൂപ്പി യാചിക്കുകയാണ്. പ്ലീസ്, ഇവരെയൊക്കെ വെറുതെ വിടണം. ഇവരെ ഒന്നും ചെയ്യരുത്. ഇവരൊക്കെ നിങ്ങളോട് എന്ത് ഏയ്, നിനക്ക് ഒത്തിരി സംസാരിക്കണമല്ലേ? നിന്റെ വാ ഇവിടെ. നിന്റെ വാ ഞാൻ അടപ്പിക്കാം. ഇവിടെ വാ. എല്ലാവരെയും കൊണ്ട് മാറ്റുന്നത്. മാറി നിൽക്കും. അങ്ങോട്ട് മാറാനല്ലേ പറഞ്ഞത്? മാറി നിൽക്ക്. വാ അടയ്ക്കാൻ. ഏയ്, ഒന്ന് കളയുമല്ലാത്തിനെയും ഞാൻ. ഏയ്, എന്റെ ഭാര്യയെ നിങ്ങൾ വെറുതെ വിട്. അവൾ അങ്ങനെ പറഞ്ഞത് ഞങ്ങളുടെ അതിഥികളെ ഓർത്തിട്ടാണ്. നിനക്കൊന്നും പറഞ്ഞ മനസ്സിലാവില്ലേ? നിനക്കൊന്നും ജീവനിൽ കൊതിയില്ലേ? നിന്റെയൊക്കെ തലയിൽ വെടിയുണ്ട തുളച്ചു കയറിയാലേ ഇനി മനസ്സിലാവുകയുള്ളൂ. ഇനിയും ആർക്കെങ്കിലും ഞങ്ങൾ ഇത് വെറുതെ പറയുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിലേ ഒരു ചുവട് മുന്നോട്ട് വെച്ച് കാണിക്കേ. ആർക്കെങ്കിലും ഇപ്പോൾ ധൈര്യമുണ്ടെങ്കിൽ കാണിക്കേ. ഉണ്ടെങ്കിൽ മുന്നോട്ട് വാ. 1 മിനിറ്റ് കൊണ്ട് നിന്നെയൊക്കെ ശവമാക്കിക്കാം. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടോ? വാ. ആർക്കെങ്കിലും ഇപ്പോൾ ധൈര്യമുണ്ടെങ്കിൽ കാണിക്കേ. ശവമാക്കി കാണിക്കും ഞാൻ. വരാൻ. എന്റെ പൊന്നേട്ടാ, മടുത്തു എനിക്ക്. എന്തിനും ഒരു പരിധിയൊക്കെ ഇല്ലേ? ഞാൻ അവളെ എത്ര കെയർ ചെയ്യാൻ ശ്രമിച്ചാലും എത്ര കൺസേൺ കാണിച്ചാലും അവൾക്ക് എന്നെ വഴക്ക് പറയാനേ നേരമുള്ളൂ. എന്തിനാ അവളെ എന്നെയാ ഇൻസൾട്ട് ചെയ്യാൻ നോക്കുന്നത്? ഇതിപ്പോ ദൈവം എനിക്ക് ലൈസൻസ് ഒന്ന് വിട്ടിരിക്കുക. അവിടെ വഴക്ക് മുഴുവൻ കേട്ടൊന്നും പറഞ്ഞു. ഞാനിപ്പോ ഒരു കാര്യം ഡിസൈഡ് ചെയ്തു. ഞാൻ ഇനി അവളെ കെയർ ചെയ്യാനൊന്നും പോകുന്നില്ല. അവള് വെള്ളത്തിൽ വീഴുകയോ കൈകാലം ഒടിയോ എന്ത് പണ്ടാലും അടങ്ങിക്കോട്ടെ. ഇനി ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യാനേ പോകുന്നില്ല ഏട്ടാ. ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്ത് കൊടുത്താലും അവള് തിരിച്ചാ എന്നെ ആക്രമിക്കുന്നേ. ഏട്ടാ നോക്ക്, ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യാൻ പോയാലുണ്ടല്ലോ അവൾ എന്നെ കുഴിയിൽ വീണ പോലെ ആക്കുമെന്നേ. നീ പറഞ്ഞത് നേരാ.
ഇക്കാര്യം നേരത്തെ പ്രൂവ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കവിത ആന്റി അത് തന്നെ പറയുന്നത്. അല്ലല്ല ഏട്ടാ, അത് നീ കവിത ആന്റി പറയുന്നൊന്നും കേൾക്കല്ലേ. അതും ഇതൊക്കെ വെറുതെ പറഞ്ഞോണ്ടിരിക്കും. കവിത ആന്റി പറഞ്ഞൊന്നും ഞാൻ കേൾക്കാറില്ല. ഓ, അപ്പൊ നീ എന്നെ കളിയാക്കായിരുന്നല്ലേ? അല്ലാതെ ഞാൻ എന്ത് പറയാൻ? ഒരു വശത്ത് നീ പറയും പ്രീത അങ്ങനെ, പ്രീത എങ്ങനെ, എനിക്ക് അവളെ സഹിക്കാൻ പറ്റില്ല, ഞാൻ അവൾക്ക് അങ്ങനെ ചെയ്യില്ല, അവൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യില്ല. പക്ഷെ മറുവശത്തുണ്ടല്ലോ, ആരെങ്കിലും അവൾക്കെതിരെ ഒരു വാക്കെങ്കിലും പറഞ്ഞാൽ നിനക്കത് സഹിക്കാൻ പറ്റില്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് സഹിക്കാൻ കഴിയില്ല ഏട്ടാ. കാരണം അതെന്താന്ന് വെച്ചാ, പ്രീതിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാ അതെന്താ എനിക്ക് ഇഷ്ടമാവാത്തെ? അറിയില്ല ഏട്ടാ എന്താന്ന്. എന്റെ തല തന്നെ അവള് തിരിച്ചു വച്ചേക്കാണെന്നേ. എന്തായാലും അവളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും ഏട്ടാ. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, എനിക്ക് അവളെ എന്ത് വേണമെങ്കിലും പറയാം. എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല അവളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാവുന്ന എന്താന്ന്. എനിക്ക് അറിയില്ല ഏട്ടാ എന്താ ഈ സംഭവിക്കുന്നതെന്ന്. ഞാൻ പറയട്ടെ? പറയൂ. കാരണം നീ അവളൊരു നല്ല സുഹൃത്തായി കാണുന്നേ. ഒരു സുഹൃത്തിനെതിരായിട്ട് ഒരു കുറ്റവും നമുക്ക് കേട്ടു നിൽക്കാനാവില്ല. അത് ശരിയാ. പക്ഷെ ഞാൻ ഡിസൈഡ് ചെയ്തു ഏട്ടാ, ഞാനും അവൾ ഇനി മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. എങ്കിലേ അവൾക്ക് മനസ്സിലാവൂ എനിക്ക് വിലയൊക്കെ ഉണ്ടെന്ന്. ഐ മീൻ, ഞാൻ ആരുടെയും കളിപ്പാവയൊന്നും അല്ല. ശരി, അതൊക്കെ പോട്ടെ. നീ ഇത് പറ, നിനക്കിത് ഇഷ്ടമായോ? എന്താ ഇത്, തെരുവിന്ന് വാങ്ങിയാണോ? ഐ മീൻ, ഇതൊരു പൊട്ട ഡിസൈൻ ഏട്ടാ. ഞാൻ എപ്പോ എന്ത് വാങ്ങിയാലും നീ ഇത് തന്നെയാണല്ലോ പറയുന്നത്. എടാ, എനിക്ക് അതിനുള്ള ടൈം ഒന്നും കിട്ടിയില്ല, സെലക്ട് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. എത്ര പെട്ടെന്ന് ഇത് പ്ലാൻ ചെയ്ത് സെലക്ട് ചെയ്യുന്നറിയോ? എടാ, നീ ഇതൊന്നും നോക്കിയെങ്കിലും ചെയ്യ്. ഷേളിന് വാങ്ങിയാണോ? പ്രെറ്റി പെർഫെക്റ്റ്. എന്തായാലും ഇതിലും മെച്ചമായതൊന്നും അവൾ ഡിസേർവ് ചെയ്യുന്നില്ല. നിന്റെ മൂഡ് പ്രീത കാരണം കുളമായെന്ന് പറഞ്ഞ് നീ ഷെളിനെ എന്തിനാ കുറ്റം പറയുന്നേ? അവൾ എന്ത് ചെയ്തു? നോക്ക്, എന്തായാലും അത് നിന്റെ വരാൻ പോകുന്ന ഏട്ടത്തിയാണ്. ആ കാര്യത്തിലാ ഏട്ടാ എനിക്ക് പേടി. എന്റേത് പോട്ടെ, പക്ഷെ അവള് നിന്റെ ലൈഫ് തകർക്കാണ്ടിരുന്ന മതിയായിരുന്നു. ആ ശരി, വരാൻ പോകുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ എന്റെ ആരും അല്ലല്ലോ. ഇപ്പൊ എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം ഏട്ടാ. ഞാനിതിന് നിന്നോട് പ്രതികാരം ചെയ്യൂടാ. നിന്റെ കല്യാണം ആവുമ്പോഴേ നിന്റെ ഭാര്യയെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പറയും. അന്ന് നീ ഓരോന്നും വാങ്ങിക്കൊണ്ട് വരുമല്ലോ. എന്റെ സന്യാസി, നീ എന്നോട് പ്രതികാരം ചെയ്യുന്നോ എന്നാ പറഞ്ഞേ? അതെന്താന്ന്? ഏട്ടത്തി കാണാൻ അത്ര പോരാ. ഏട്ടത്തി ഞാൻ പറഞ്ഞ കേക്ക്, അത് ഏട്ടത്തിയുടെ കുഴപ്പമൊന്നും അല്ല. ഏട്ടത്തി സുന്ദരിയൊക്കെ തന്നെയാ. പക്ഷെ മേക്കപ്പ് അത്ര കൊള്ളില്ലായിരുന്നു. അതുകൊണ്ട് പാവം എന്റെ ഏട്ടനെ കെട്ടേണ്ടി വന്നത്. എടാ, നീ എന്നെ കളിയാക്കുവാണോ? ആണെങ്കിൽ ഒരെണ്ണം വച്ചേന്നുണ്ടല്ലോ. വാ, പെട്ടെന്ന് വാ, ഇതാ ഷെളിന് കൊടുക്കാനുള്ളത്. വാ, കമോൺ ഗെറ്റ് അപ്പ്. എനിക്ക് ജാക്കറ്റോടെ പിടിച്ചോ. നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്? നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കണം. ഞങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിന് തടസ്സം നിൽക്കരുത്. അപ്പൊ ഞങ്ങളുടെ ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾ നിങ്ങളുടെ ബാഗും പേഴ്സും മറ്റും അവരുടെ കൈകളിലേക്ക് കൊടുക്കണം. അതേസമയം തന്നെ ഓരോരുത്തരും അവരവരുടെ ആഭരണങ്ങളും സ്വയം ഊരി അവരുടെ കൈകളിലേക്ക് കൊടുക്കണം. മനസ്സിലായോ നിങ്ങൾക്ക്? പോയി എല്ലാവരുടെ ബാഗും ആഭരണങ്ങളും ഒക്കെ വാങ്ങിക്കുക. എല്ലാവരുടെയും ബാഗ് ചെയ്താ. എല്ലാം കറക്റ്റായി തന്നെയാണ് പോകുന്നത്. പക്ഷേ രോഹിത് കിരൺ എവിടെ പോയി കിടക്കുക? അവരെന്താ ഇതുവരെ വരാത്തെ? കിരണിനെ ഇവർ അടിക്കുന്ന എനിക്ക് കണ്ടേ പറ്റൂ. പിന്നെ എനിക്ക് ഹീറോ ആയിട്ട് അഭിനയിക്കുകയും ചെയ്യണമല്ലോ. അയ്യോ, എന്റെ താഴ്പ്പകാരോട് പറയണ്ട കേട്ടോ. എന്നെ വിട്, എന്നെ ഒന്ന് വെറുതെ വിട്. എന്റെ മോമനെ വിടറാ. നീയൊക്കെ എന്താ ചെയ്യുന്നേ? കിരൺ, രോഹിത് കിരണിനോട് വേണ്ടാന്ന് കിരൺ, അവിടെ ആയതുകൊണ്ട് മോനെ ഒരു മിനിറ്റ്, ഞാനൊന്ന് സംസാരിക്കട്ടെ. നോക്ക്, എന്റെ ഫാമിലിക്ക് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ വെറുതെ വിടില്ല ഞാൻ നിങ്ങളെ ഒരെണ്ണത്തിന്. മനസ്സിലായോടോ നിനക്കൊക്കെ? അത് ശരി. അപ്പൊ നീ എന്നെ പഠിപ്പിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യണമെന്ന്? നിന്നേക്ക് മര്യാദ പഠിപ്പിച്ചേ തീരൂ. ഇനി ഒരൊറ്റ എണ്ണം വാ തുറക്കരുത്. ശബ്ദം കേൾക്കരുത്. ഇവിടെ മിണ്ടിപ്പോകരുത്. ഇനി ആരുടെയെങ്കിലും ശബ്ദം കേട്ടാലേ ഞങ്ങളുടെ തോക്കിൽ നിന്ന് വെടിയുതിരും. എല്ലാവരുടെയും ശവം വീഴും വരെ അത് തുടരും. മനസ്സിലായോ എല്ലാത്തിനും?
മിണ്ടിപ്പോകരുത്, ഇല്ലെങ്കിൽ അടുത്ത വെടിയുണ്ട് ഇവരുടെ തലയ്ക്ക് നേർക്കായിരിക്കും. ഒരു മിനിറ്റ് പ്ലീസ് കവിത, രോഹിത്, കിരൺ, പ്ലീസ് ശാന്തരാകൂ. ഞാൻ ഇവരോടൊന്ന് സംസാരിക്കട്ടെ. പ്ലീസ് നോക്ക്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ എടുത്തുകൊണ്ട് പൊയ്ക്കോളൂ. പക്ഷെ പ്ലീസ് ഞങ്ങളുടെ ആരെയും അപായപ്പെടുത്തരുത്. പ്ലീസ് ഞങ്ങളുടെ ലേഡീസിനോട് കുറച്ച് മര്യാദയായി പെരുമാറണം. നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം പ്ലീസ്. ഞങ്ങൾ കുറെ നേരമായി ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മര്യാദയുള്ള മോഷ്ടാക്കളാണ് ഞങ്ങൾ. ഞങ്ങളെ ഞങ്ങളുടെ ജോലി ചെയ്യാൻ അനുവദിച്ചാൽ മതി. ഞങ്ങൾ ആരെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ആരും ഹീറോ ആകാൻ ശ്രമിക്കുന്നവരെ ഞങ്ങൾ ആരെയും അപകടപ്പെടുത്താൻ പോകുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ജോലിക്കിടയിൽ ആരെങ്കിലും ഞങ്ങളെ രോഹിത്, കിരൺ, അടങ്ങാനല്ലേ പറഞ്ഞത്? പ്ലീസ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൈകുപ്പി നിൽക്കുകയല്ലേ. പ്ലീസ് നിങ്ങൾ ശാന്തരാക്. നിങ്ങൾക്ക് എന്താ വട്ടായോ? കാണുന്നില്ലേ അവരുടെ കൈകളിൽ ആയുധങ്ങളുണ്ട്. അവരെന്തെങ്കിലും കടുക്കുകയും ചെയ്താലോ? നോക്കൂ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുത്തോളൂ. പ്ലീസ് ഞാൻ നിങ്ങളോടൊക്കെ അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ ജ്വല്ലറികളൊക്കെ ഇവർക്ക് ഹീറോ ആകാൻ ഇവിടെ ആരും നിൽക്കണ്ട. എല്ലാവരുടെ കൈകളിൽ നിന്നും എല്ലാം വാങ്ങണം. ഒന്നും വെറുതെ വിടരുത്. എന്ത് പറയുന്നു ബേബി? നിന്റെ സൂപ്പർ സ്റ്റാർ പൃഥ്വിയുടെ ആക്ഷൻ മൂവി തുടങ്ങാൻ സമയമായോ? ഞാൻ പോയി 2 പൊട്ടിച്ചിട്ട് വരട്ടെ. ഇല്ല, സമയായിട്ടില്ല. ഇവരൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് പേടിക്കട്ടെ. പിന്നെ ഇവരൊക്കെ ആ പ്രീതിയുടെ അടുത്ത് ചെല്ലുമ്പോണ്ടല്ലോ, അപ്പൊ നീ ഹീറോ പോലത്തെ എൻട്രി നടത്തിയാ മതി. എല്ലാവരും നീ ഞെട്ടിക്കണം, മനസ്സിലായോ? ഇപ്പൊ നീ ഇവിടെ നിക്ക. കൊള്ളാം ബേബി, നീ പറഞ്ഞത് വളരെ ശരിയാണ്. ബേബി, ഐ വിൽ ബി റൈറ്റ് ബാക്ക്. ഓക്കെ? ഓക്കെ. ഇറ്റ്സ് മീ. ഇനി കുറച്ചു നേരം ടൈം പാസ് ചെയ്യാം. ഇത് കൊള്ളാലോ. രണ്ടും കണ്ടിട്ട് സൂപ്പർ ആയിട്ടുണ്ടല്ലേ? നീ പറയ്, നിനക്ക് ഏതാ വേണ്ടേ? ഏതിലാണോ വെടിയുണ്ട ഉള്ളത് അതിങ്ങ് തന്നേക്ക്. ഇന്നാ ഇത് പിടിച്ചോ. വെടിയുണ്ടയോ? ഇനി പേടിച്ചു പോയോ? ഏതെങ്കിലും താ, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നമുക്ക് അവരിന്ന് പേടിപ്പിച്ചാൽ മാത്രം മതിയല്ലോ. എന്നാ പിന്നെ ഇത് പിടിച്ചോ. ഇതിൽ നിന്ന് ഒരേ സമയം 2-3 വരും. പൃഥ്വി സാർ നമ്മളെ ഈ ആളുടെ ഫോട്ടോയാണ് കാണിച്ചത്. ഇവന്റെ പേര് കിരൺ നമ്പ്യാർ എന്നാണ്. ഇവനെ ശരിക്കും അടിച്ചിടണം. ഇവന്റെ കൈയും കാലും ഒടിഞ്ഞാലും കുഴപ്പമില്ല. കണ്ടോ, നന്നായിട്ട് നോക്കിക്കോ. ഇവന്റെ മുഖം ശരിക്കും ഓർത്തു വെച്ചോണം. നേരെ നോക്കി വെച്ചോണം. ഇവനാണ് ആള്. ഞാൻ ഇവനെ കണ്ടിരുന്നു. ഇവന്റെ മുഖം എന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. ഇവനെ അടിച്ചിട്ടാല് കൂടുതൽ പണം കിട്ടും. എത്ര അടിക്കുന്നു അത്രയും അധികം പണം കിട്ടും. നിങ്ങൾ തയ്യാറല്ലേ? അതിനെന്താ, നമുക്ക് അടിച്ചു നനച്ച് കുളിപ്പിക്കാന്നേ. പെർഫോമൻസ് കണ്ടോ? ശരി, ഇനി നിങ്ങൾ നിങ്ങളുടെ മാസ്ക് വെച്ചോ. വാ. നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ കാണാമോ? അവൾ പ്രീത. അവളെ അറ്റാക്ക് ചെയ്യ്. അവളുടെ ആഭരണങ്ങൾ വാങ്ങിച്ച് അവളെ ഭീഷണിപ്പെടുത്ത്. അന്ധബുദ്ധികളെ, എങ്കിലല്ലേ എനിക്ക് അവളുടെ ഹീറോ ആകാൻ പറ്റൂ. ഈ രാക്ഷസൻ പൃഥ്വി ഇവിടെ എന്താ ചെയ്യുന്നേ? ഇവൻ ഈ ഗുണ്ടകളെ എന്തിനാ കൈ കാണിക്കുന്നേ? ഇയാൾക്ക് എന്താ തലയ്ക്ക് സുഖമില്ലേ? തുടക്കം മുതൽ ഇയാൾ നമ്മളോടൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവനത് അടയാളവും കാണിക്കുന്നുണ്ടല്ലോ. ഇവൻ നമ്മുടെ സുഹൃത്താണോ ശത്രുവാണോ? എനിക്ക് ശരിക്കും ഇവനെ ഇങ്ങ് കൊന്നു കളയാൻ തോന്നുന്നേ. മാന്താബുദ്ധി. അയ്യോ, ഇവരിതെന്തായി ചെയ്യുന്നേ? ഇത് കുറച്ച് കൂടിപ്പോയി. ഇപ്പൊ ഇതൊക്കെ ശരിക്കും ഉള്ളതായി തോന്നുന്നു. ഇനി പോയി പ്രീതിയെ ഭീഷണിപ്പെടുത്ത്. ഇത് എത്ര നേരെ കാത്തിരിക്കുന്നു. ആക്ഷൻ കാണിക്കാൻ ചെല്ലു നിങ്ങൾ. എനിക്ക് പ്രീതിയുടെ ഹീറോ ആകണം. വേഗാകട്ടെ. ഡാം ഇറ്റ്. ഇവരൊക്കെ എന്താ നന്നായി റിയാക്ട് ചെയ്യാത്തെ? ഞാൻ ഇവരോട് പറഞ്ഞ കാര്യം ചെയ്യാൻ ഇവിടെ ഒരുത്തനും ഇല്ലേ? ഇവരെ കാണിക്കുന്ന കണ്ടാൽ ഇവർക്ക് എന്നെ തിരിച്ചറിയാൻ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ നായ്ക്കളുടെ കാശ് കട്ട് ചെയ്യുമ്പോൾ ഇവർക്കത് മനസ്സിലായിക്കോളും. ഞാൻ എത്ര നേരമായി ഹീറോ ആയി നിൽക്കുന്നു ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ കഴുതകൾ വെറുതെ സമയം വലിച്ചു നീട്ടുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ പതുക്കെ പോയി അവന്മാരുടെ ചെവിയിൽ കാര്യം പറഞ്ഞിട്ട് വരാം. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ. ഗുഡ് ഐഡിയ. ഇതെന്തു പറ്റി? വീട്ടിൽ പാർട്ടി നടക്കുമല്ലേ? പിന്നെന്തിനാ ഈ കഥകളൊക്കെ അടച്ചുപൊട്ടിട്ട്? അത് തന്നെ, പാർട്ടി ആകുമ്പോൾ പാട്ടും ഡാൻസും ഒക്കെ ആയി നല്ല ബഹളം ഉണ്ടാവേണ്ടതല്ലേ. ഒരു മിനിറ്റ് ഇവിടെ നിൽക്ക്, ഞാനും നോക്കിയിട്ട് വരാം. ശരി, പോയി നോക്ക്.
നമുക്കെന്തോ അബദ്ധം പറ്റിയെന്ന് തോന്നുന്നു. എന്തു പറ്റി? ആ പൃഥ്വി നമുക്ക് കോൺട്രാക്ട് തന്നിരുന്നതല്ലേ? സെയിം കോൺട്രാക്ട് അവൻ മറ്റാർക്കോ കൊടുത്തിട്ടുണ്ട്. ഉറപ്പ് അവൻ നമ്മളെ പറ്റിച്ചതാ. അതെങ്ങനെ വേറെ ആളുകളെ വിളിക്കും? ഞാനൊന്ന് നോക്കട്ടെ. ഏത് ഗേങ് ആയാലും അവരെ ഞാൻ ഇവിടുന്ന് ഓടിച്ചില്ലെങ്കിൽ നീ എന്റെ പേര് മാറ്റിക്കോ. മാറിക്കോ. നോക്ക്. ഇനി നീ എന്നെ പഠിപ്പിക്കുവാണോ ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ?